ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാൻ ലോകം. മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അന്ത്യവിശ്രമം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ. കർദിനാൾ സംഘത്തിന്റെ തലവൻ ജവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പൊതുദർശനത്തിൽ പതിനായിരങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. സംസ്കാര ശുശ്രൂഷകൾ 24-ൽ തത്സമയം കാണാം. സമഗ്ര കവറേജുമായി വത്തിക്കാനിൽ നിന്ന് എഡിറ്റർ ഇൻചാർജ് പി ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക വാർത്താ സംഘം സജ്ജമാണ്. ഇപ്പോൾ മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. മെറിൻ, ഇന്നലെ രാത്രിയോടുകൂടി, അതായത് ഇന്ത്യൻ സമയം 10-10:30 അവിടെ പൊതുദർശനമൊക്കെ പൂർത്തിയായി. ഇന്നിനി സംസ്കാര ചടങ്ങുകൾ, അതുമായി ബന്ധപ്പെട്ട ശുശ്രൂഷകൾ എപ്പോഴാണ് ആരംഭിക്കുക? ഗോകുൽ, തങ്ങളുടെ പ്രിയ നേതാവ് അല്ലെങ്കിൽ പ്രിയ പാപ്പയ്ക്ക് വിട നൽകാൻ ഒരുങ്ങുകയാണ് വിശ്വാസ സമൂഹം. വലിയ ഇടയന് വിട നൽകാൻ ഒരുങ്ങുകയാണ് വിശ്വാസ സമൂഹം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30-നാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ പതിനായിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. ഇപ്പോൾ തന്നെ ലോക നേതാക്കളെല്ലാം തന്നെ ഈ ഒരു ചടങ്ങിനായി പങ്കെടുക്കുന്നതിന്, സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായി എത്തിക്കഴിഞ്ഞു. കോളേജ് ഓഫ് കർദിനാൽസിന്റെ മുഖ്യ തലവനായിട്ടുള്ള ജോവനി ബാറ്റിസ്റ്റയുടെ നേതൃത്വത്തിലായിരിക്കും ഈ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജറിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുക. അതായത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ഈ സെന്റ് മേരി മേജർ ബസിലിക്ക. പോപ്പ് തന്നെ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ മരണപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു, തന്നെ അവിടെ സംസ്കരിച്ചാൽ മതിയെന്നും അലങ്കരിക്കരുതെന്നും തൻ്റെ കല്ലറ അലങ്കരിക്കരുതെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. അത്തരത്തിൽ പോപ്പിൻ്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് സെന്റ് മേരി മേജർ ബസിലിക്കയിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുങ്ങുക. ഇന്നലെ വൈകിട്ട് തന്നെ പേടകം, പൊതുദർശനത്തിനുള്ള സൗകര്യം അവസാനിപ്പിച്ച് പേടകം അടച്ചിരുന്നു. കർമെലെങ്കോ എന്ന് പറയുന്ന പോപ്പിൻ്റെ പദവി വഹിക്കുന്ന, അല്ലെങ്കിൽ പോപ്പിൻ്റെ ചുമതല വഹിക്കുന്ന കർദിനാൽ കെവിൻ ഫാരലാണ് ആ പേടകം അടച്ചത്. അദ്ദേഹം തന്നെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. അദ്ദേഹം തന്നെ ശുശ്രൂഷകൾക്ക് ശേഷം പേടകം അടച്ചു. ഇന്ന് ലോക നേതാക്കൾ, ഏകദേശം 170 ലോക നേതാക്കൾ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ എത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ വത്തിക്കാൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്രസ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഇപ്പോൾ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നതിനായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. മാത്രവുമല്ല, കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവരും അവിടെ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും മന്ത്രി റോഷി അഗസ്റ്റിനാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. എന്തായാലും ലോകം ഈ സമീപകാലത്ത് സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഒത്തുചേരലായിരിക്കും ഇതെന്ന് പറയാൻ സാധിക്കും. കാരണം ഏകദേശം 3 ലക്ഷം പേർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയുന്നത്. പ്രത്യേകിച്ചും സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ച ഒരു പോപ്പ് തന്നെയാണ്. ഏറെ ജനസമ്മതനായിട്ടുള്ള, അതായത് അത്രത്തോളം ജനസമ്മതനായിട്ടുള്ള ഒരു പോപ്പ് ആഗോള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പോപ്പ് പരമ്പരയിൽ തന്നെ ഇത്രത്തോളം ജനസമ്മതിയുള്ള പീപ്പിൾസ് പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എപ്പോഴും പുഞ്ചിരിച്ച മുഖമായി അദ്ദേഹത്തെ പൊതുവേദികളിൽ കണ്ടിട്ടുള്ളൂ. വീൽ ചെയറിൽ അവസാനമായി റോമിലെ ജമേലി ആശുപത്രിയിൽ വിശ്വാസി സമൂഹത്തെ കണ്ടപ്പോഴും ആശീർവദിച്ചപ്പോഴും ആ പുഞ്ചിരിയോട് കൂടെ തന്നെ കണ്ടതാണ്. ഈസ്റ്റർ ദിനത്തിലും അവസാന സന്ദേശത്തിലും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയാണ്, അതായത് ചിരിക്കുന്ന ഒരു പോപ്പ്. അതേസമയം നിലപാടുകളിൽ വ്യക്തതയുള്ള, ഓരോ കാര്യത്തിലും വ്യക്തത പുലർത്തുന്ന, അതായത് ഇപ്പോൾ യുദ്ധമാകട്ടെ, ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങളാകട്ടെ, അതേപോലെ തന്നെ കുടിയേറ്റ പ്രശ്നങ്ങളാകട്ടെ, എന്ത് തന്നെയായാലും വ്യക്തമായ നിലപാട് പുലർത്തുന്ന ഒരു പോപ്പിനെ തന്നെയാണ് ലോകത്തിന്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് നഷ്ടമായിരിക്കുന്നത്. പ്രധാനമായും തൻ്റെ വിശ്വാസ സമൂഹം, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് തുറന്നു പറച്ചിലുകൾ കൊണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിച്ചു, അല്ലെങ്കിൽ വിശ്വാസ സമൂഹം എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സെന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ ഒത്തുകൂടിയ ഓരോ ജനസഞ്ചയം, അല്ലെങ്കിൽ ആ ജനസഞ്ചയം തങ്ങളുടെ പാപ്പയെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നു, വിടവാങ്ങാൻ അവർ ആ ഒരു നിമിഷത്തെ എത്രത്തോളം ദുഃഖത്തോടെയാണ് അവർ തങ്ങളുടെ വലിയ ഇടയന് വിട നൽകുന്നത് എന്നുള്ള നേർസാക്ഷ്യം
സാക്ഷ്യമാണ് ഇപ്പോൾ ലോകം കാണാൻ പോകുന്നത്. എന്തായാലും ആ ഒരു വിയോഗത്തിൽ അതീവ ദുഃഖിതരാണ് വിശ്വാസ സമൂഹം. അതിൽ യാത്രാമൊഴി ചൊല്ലാനുള്ള തയ്യാറെടുപ്പിലാണ്. റോമിൽ തന്നെ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേക റെയിൽവേ സർവീസുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ത്രിതല വിമാനത്താവളത്തിന് സമാനമായ സൗകര്യങ്ങൾ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗൂഗിൾ. ശരി, മേരി ചാക്കോയാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഈ സംസ്കാര ചടങ്ങുകളിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ലാളിത്യമുണ്ട്. പ്രത്യേക പേടകമില്ല, അല്ലെങ്കിൽ ആഡംബരങ്ങളുള്ള പേടകമില്ല. ഏറ്റവും ഒടുവിൽ പൊതുദർശനത്തിന് ഏറ്റവും ഒടുവിൽ അവസരം അശരണർക്കായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അദ്ദേഹം ജീവിതത്തിൽ എന്ത് പാലിച്ചോ ദർശനം, അതുതന്നെ സംസ്കാര ചടങ്ങിലടക്കം അത് പിന്തുടരണമെന്ന നിർദ്ദേശം അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിലടക്കം ഉണ്ടായിരുന്നു. ഇനി പക്ഷേ ലോക സമാധാനത്തിന് വേണ്ടി മതങ്ങളുടെയൊക്കെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് അതിരുകൾ കടന്ന് സംസാരിക്കാൻ ആരാണ് ഉണ്ടാവുക എന്നൊരു ശൂന്യതയും ചോദ്യവും മാത്രമാണ് ബാക്കിയുണ്ടാവുന്നത്.